ഈ പറയുന്ന 2 ദിക്റുകൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു സ്വഹാബാ, അത് അല്ലാഹുവിന്റെ അർശിന്റെ മുന്നിലേ നിൽക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ ഒന്നാമത്തെ ദിക്ർ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്റുണ്ടല്ലോ, അല്ലാഹുവേ മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാകുന്ന ദിക്റാണ്. ഇതേതെങ്കിലും ഒരു മനുഷ്യൻ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും ഈ സദസ്സിലിരുന്ന് കൊണ്ട് ഒരേ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് പടച്ച റബ്ബിന്റെ അർശിന്റെ മുന്നിലേ നിൽക്കൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ആത്മാർത്ഥമായിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ അർശിലേക്ക് എത്തിച്ചിട്ട് നമുക്ക് തുടങ്ങാം. പറ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇല്ല, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ അവസാനത്തെ വാക്ക് അള്ളാഹു ഇതാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ നാം ഒരു ഇൽമു പഠിച്ചു. ഇനി രണ്ടാമത്തെ വാചകം ഇൻഷാ അല്ലാഹ് ആയുസ് ഉണ്ടെങ്കിൽ അവസാനം പറയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാരണം എല്ലാവർക്കും ധൃതിയ ഇൽമ് ആണല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവര്, ഒരിക്കലൊരു ഗുരുനാഥൻ മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ഒരു ശിഷ്യനാണ് ഖാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു. അപ്പൊ ഗുരുനാഥൻ, നമ്മളെല്ലാവരും ഒരു ഉസ്താദിന്റെ അടുക്കൽ ഇൽമു പഠിച്ചവരാ. നമുക്കൊക്കെ പിന്നെ അങ്ങനെയല്ല, പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നെല്ലാം തീർക്കണം. നമ്മുടെ ഉദ്ദേശം എങ്ങനെ എളുപ്പ ഉസ്താദാകണം, അതാ. എങ്കിൽ മഹാനായ ഷഖീഖുൽ ബൽഖി മഹാനവറുകളുടെ ശിഷ്യനാണ് മഹാനായ ഖാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു. ഒരുപാട് വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്, ഉസ്താദിന്റെ കീഴിൽ വന്ന് ശിഷ്യനായി പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. ഒരിക്കൽ മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടെ നിന്ന് ഖാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, മിൻകം സനാ സാഹിബക്ക, എൻ്റെ അടുക്ക പഠിക്കാൻ വന്നിട്ട് ഇപ്പൊ എത്ര കാലമായി? എൻ്റെ കൂടെ കൂടിയിട്ട് എത്ര കൊല്ലമായി? നീ എൻ്റെ കൂടെ ഇൽമു പഠിക്കാൻ കൂടിയിട്ട് എത്ര വർഷമായി? ആ സമയത്ത് മഹാനായ ഖാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മുൻദു സലാസിൻ വസലാസീന സന, 33 വർഷമായി ഞാൻ നിങ്ങളുടെ കൂടെ ഇൽമു പഠിക്കാൻ കൂടിയിട്ട്. എത്ര വർഷം? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇൽമു പഠിക്കാൻ തുടങ്ങിയിട്ട് 33 വർഷമായി. അപ്പൊ മഹാനവറുകൾക്ക് വല്ലാതെ അത്ഭുതം. 33 വർഷം, 33 ദിവസമോ 33 മാസമോ അല്ല, 33 കൊല്ലമായി ഖാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടെ നിന്ന് തന്റെ ഉസ്താദിന്റെ കൂടെ ഇൽമു പഠിക്കാൻ തുടങ്ങിയിട്ട്. ഉസ്താദ് അവിടെ നിന്ന് ചോദിച്ചു, ഫഹാദാ തഅലംതു മിന്നീ ഫീ ഹാദിഹിൽ മുദ്ദ, ഈ 33 കൊല്ലം കൊണ്ട് നീ എൻ്റെ അടുക്കൽ നിന്ന് എന്ത് ഇൽമാണ് പഠിച്ചത്? 33 വർഷമായി നീ എൻ്റെ അടുക്കൽ നിന്ന് ഇൽമു പഠിക്കുന്നുണ്ടല്ലോ, ഈ 33 വർഷം കൊണ്ട് നീ എന്ത് ഇൽമാണ് പഠിച്ചത്? അവിടെ നിന്ന് പ്രിയപ്പെട്ട ഉസ്താദ് ചോദിക്കുമ്പോ അവിടെ നിന്ന് മഹാനായ ഖാത്തിമുൽ അസം തങ്ങൾ പറയുകയാണ്, കാല സമാനിയ മസായില, 33 വർഷം കൊണ്ട് 7 മസലയാണ് ഞാൻ പഠിച്ചത്. 33 വർഷം കൊണ്ട് ഞാൻ 7 മസല പഠിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരു ഗുരുനാഥനോട് തന്റെ ശിഷ്യൻ പറയുകയാണ്, 33 വർഷം ഞാൻ അങ്ങയുടെ ശിഷ്യനായിരുന്നു. ഉസ്താദ് ചോദിച്ചു, നീ എന്തു പഠിച്ചു ഈ 33 കൊല്ലം കൊണ്ട്? ഞാൻ 7 നല്ല കാര്യം പഠിച്ചു. ഉസ്താദ് അത്ഭുതത്തോടു കൂടി ചോദിച്ചു, ഇതേ ഉള്ളൂ? അവിടെ നിന്ന് ചോദിച്ചു, ഈ 33 വർഷം കൊണ്ട് നീ ആകെ പഠിച്ചത് 7 നല്ല കാര്യമാ? 7 മസ്അലകളാണോ നീ പഠിച്ചത്? മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയാണ്, ഉസ്താദേ, എനിക്ക് അങ്ങയോട് കള്ളം പറയാൻ അറിയില്ല. ഞാൻ അങ്ങയുടെ കൂടെ 33 വർഷക്കാലം അങ്ങയുടെ ശിഷ്യനായി കൂടിയിട്ട് ഞാൻ 7 മസലകളാണ് പഠിച്ചത്. ഗുരുനാഥന് വല്ലാത്ത അത്ഭുതമായി. ഖാത്തിമുൽ അസം തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ ഷഖീഖുൽ ബൽഖി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഗുരുനാഥന് വല്ലാത്ത അത്ഭുതമായി. അവിടെ നിന്ന് ചോദിക്കുകയാ, ഹത്താ അസ്മഅഹാ, ആ 7
7 മസ്അല എനിക്കൊന്ന് പറഞ്ഞു തരുമോ? തന്റെ ശിഷ്യന് 33 വർഷം കൊണ്ട് തന്റെ ഗുരുനാഥനിൽ നിന്ന് പഠിച്ചെടുത്ത 7 അറിവുകൾ അവിടെ നിന്ന് പറഞ്ഞ് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? മഹാനായ ഹാത്തിമുൽ അസമ്മ തങ്ങൾ പറഞ്ഞു തുടങ്ങുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ പറയുന്ന അറിവുകളാണ് പഠിക്കേണ്ടത്. ഈ പറയുന്ന 8 അറിവുകളുണ്ടല്ലോ, ഇതാണ് തന്റെ ഗുരുനാഥനോട് ശിഷ്യൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന 8 കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമാണ്. ഇതാരെങ്കിലും തന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ച അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. അല്ലാഹുവേ, രക്ഷപ്പെടുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് 8 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ പറയുന്ന 8 നന്മകൾ നിങ്ങൾ പഠിച്ചു വെച്ചോ, നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചോ, എങ്കിൽ നിങ്ങളുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശികളാണ്. അല്ലാതെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞ ഖസ്റ ദുനിയാ വൽ ആഖിറ, നിങ്ങളുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു 8 നല്ല കാര്യം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ, ഉസ്താദിനോട് ശിഷ്യം പറഞ്ഞു കൊടുത്തതാ, അതുപോലെ ഞാൻ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരൊന്നുമല്ല, എങ്കിലും ഇൽമു പറഞ്ഞു തരണമല്ലോ. അൽഹംദുലില്ലാ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ മഹാനായ ഷക്കീഖുൽ ബൽഖി തങ്ങൾ ചോദിച്ചു തന്റെ ശിഷ്യനോട്, എന്താണ് ഒന്നാമത്തെ മസ്അല? ഒന്നാമത്തെ മസ്അല എന്താ? മഹാനവറുകൾ അവിടെന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. ഒന്നാമതായിട്ട് അവിടെന്ന് പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയുമോ? നളർതു ഇലാ ഹാദിഹിൽ ഖൽഖി കുല്ലു വാഹിദിൻ യുഹിബ്ബു മഹ്ബൂബാ. ഹാത്തിമുൽ അസമ്മ തങ്ങൾ പറയുന്നു, ഞാൻ ജനങ്ങളിലേക്ക് നോക്കി. എല്ലാവർക്കും അവരിഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. എല്ലാവർക്കും സ്നേഹിക്കാൻ ഒരാളുണ്ട്. എല്ലാവരും ഓരോ വ്യക്തികളെ സ്നേഹിക്കുന്നു. കാമുകിമാരുള്ളവരുണ്ട്, കൂട്ടുകാരുള്ളവരുണ്ട്, ഭാര്യമാരുള്ളവരുണ്ട്. എല്ലാവർക്കും ഒരു കൂട്ടുകാരനുണ്ട്. എല്ലാവരും പലരെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയാ, എത്ര കണ്ട് സ്നേഹിച്ചാലും, ഓരോ മനുഷ്യനും എത്ര വലിയ ആത്മാർത്ഥമായിട്ട് ആരെയൊക്കെ സ്നേഹിച്ചാലും, ആ സ്നേഹിക്കുന്നവര് മുഴുവനും ഇദാ വസല ഇലാ ഖബരിഹി, ഖബറിന്റെ ചാരത്ത് വരെ എല്ലാവരും വരുന്നുള്ളൂ. അത് ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, കൂടപ്പറപ്പാകട്ടെ, കൂട്ടുകാരാകട്ടെ, കൂടെ പഠിച്ചവരാകട്ടെ, കുടുംബക്കാരാകട്ടെ, ആരെയൊക്കെ എത്ര കണ്ട് ആത്മാർത്ഥമായി സ്നേഹിച്ചാലും അവരൊക്കെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് വരെ വരുന്നുള്ളൂ. എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും എല്ലാവരും ഇവിടെ വരെ പോകുന്നുള്ളൂ. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് വരെ പോകുന്നുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, എത്ര വലിയ സ്നേഹിക്കുന്ന ഭർത്താവിനെ വല്ലാതെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭാര്യമാരുണ്ട്. ഭാര്യ പറയാറുണ്ട്, ഇക്കാ നിങ്ങളില്ലാതെ ഒരു രാത്രി പോലും എനിക്കുറങ്ങാൻ കഴിയില്ല. നിങ്ങളുടെ മുഖം കാണാതെ എനിക്കുറക്കം വരാറില്ല. നിങ്ങളുടെ ശബ്ദം കേൾക്കാതെ എനിക്കുറക്കം വരാറില്ല എന്ന് വളരെ സ്നേഹത്തോടുകൂടി പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ. എന്റെ പ്രിയപ്പെട്ടവരെ, പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനില് എത്രയോ ഭർത്താക്കന്മാര് കിടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഭർത്താവിന്റെ ഖബറിന്റെ ചാരത്തോ ഏതെങ്കിലും ഒരു ഭാര്യ ഖബറിന്റെ അകത്ത് കിടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണിന്റെ അകത്ത് ഒരു ഭാര്യ കൂടെ ഇറങ്ങി കിടക്കണമെന്ന് പറയുന്നില്ല. കാരണം അതിനകത്ത് കിടക്കാ സ്ഥലമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഭാര്യയുടെ ഭർത്താവിന്റെ ഖബറിന്റെ ചാരത്തെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിട്ട് എന്റെ ഭർത്താവില്ലാതെ എനിക്കുറക്കം വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ ഖബറിന്റെ ചാരത്ത് ഈ പായിപ്പാടുള്ള ഏതെങ്കിലും ഒരു പെണ്ണിരിക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ,
സഹോദരരെ, എല്ലാം കഴിഞ്ഞില്ലേ? എല്ലാം തീർന്നില്ലേ? മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന മക്കളുണ്ട്. ഉമ്മയെന്ന് പറഞ്ഞാൽ, ഉപ്പയെന്ന് പറഞ്ഞാൽ വല്ലാത്ത സ്നേഹമാണ്. മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന മക്കളുണ്ട്. പ്രായം ചെന്ന ഉമ്മാനെ പൊന്നുപോലെ പടച്ചവനെ അവരെ വല്ലാതെ സൂക്ഷിക്കുന്ന, അവരുടെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്ന എത്രയോ മക്കളെ നമുക്കറിയാം. എങ്കിൽ ഏതെങ്കിലും കബറിന്റെ ചാരത്ത്, ഉമ്മാടെ കബറിന്റെ ചാരത്ത് 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ചു അവര് പട്ടിണി കിടന്നിട്ട് നിന്നെ പോറ്റി വളർത്തിയ ഉമ്മാടെ കബറിന്റെ ചാരത്ത് ഏതെങ്കിലും ഒരു മകൻ ഇരിക്കുന്നുണ്ടോ? വാപ്പാടെ കബറിന്റെ ചാരത്ത് ഒരുപാട് വാപ്പയുടെ തോളത്ത് കിടന്ന് നടന്നവനാണല്ലോ. ഉപ്പാനെ പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് കബറടക്കിയിട്ട് ഒരു ദിവസമെങ്കിലും ഉപ്പാടെ കബറിന്റെ ചാരത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു മക്കളെ കണ്ടിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും കബറിന്റെ ചാരത്ത് വന്നു. അല്ലാഹുവേ, 3 കെട്ട് കെട്ടിയിട്ട് പള്ളിക്കകത്തേക്ക്, പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്തേക്ക് ജനാസ ഇറക്കി വെച്ചിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിമണ്ണ് മാറി എറിഞ്ഞിട്ട് അവിടെ നിന്ന് പറയുന്നു മഅസ്സലാമ, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ എന്ന് പറഞ്ഞുകൊണ്ട് സർവ്വരും ഖബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങി പോവുകയാണ്. ഈ കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കുകയാ, എല്ലാവരും, ഞാൻ ജനങ്ങളിലേക്ക് നോക്കിയപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ചില ഫ്രണ്ട്സുകളുണ്ട്, ചിലരോട് വല്ലാത്ത ഇഷ്ടമാണ്, വലിയ കൂട്ടുകാരുണ്ട്. പക്ഷെ എത്ര വലിയ കൂട്ടുകാരാണെങ്കിലും അവരെല്ലാവരും മഹാനവറുകൾ പറയുകയാ ഖബറിന്റെ ചാരത്ത് വരെ വരും, എന്നിട്ട് അവിടെ ഇട്ടിട്ട് തിരിച്ചു പോകും. ഈ കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? നമ്മളൊരു ദിവസം പോയി കിടക്കും. നമ്മുടെ ഭാര്യ അൽഹംദുലില്ലാ അള്ളാഹു ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, ഓള് പിന്നെ ഇങ്ങോട്ട് വരത്തുപോലും ഇല്ല. എത്രയാണ്? അതുകൊണ്ട് അത് അഴബ ഉസ്താദിന്റെ ബൈത്ത് തന്നെ ഉണ്ട്. മൈനർ യതീമായി കൺതടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, കെട്ടിപ്പിടിച്ചവൾ ചുംബനം തന്നില്ലേ, അന്യന്റെ മെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. എത്ര മനോഹരമായ വരികളാ അല്ലേ? പെണ്ണുപിള്ള പറയാറുണ്ട്, കാങ്ങളില്ല അതിന് ഒരു ജീവിതം ഇല്ല. 40 കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അടുത്ത കല്യാണം അല്ലേ? ഒരിക്കലും പിരിയില്ല എന്ന് പറഞ്ഞ ഭാര്യ, കെട്ടിപ്പിടിച്ച് ചുംബനം തന്ന് നിങ്ങൾ എൻ്റെ ജീവനാണെന്ന് പറഞ്ഞ ഭാര്യ, കുറച്ച് കഴിഞ്ഞപ്പോ 4 മാസവും 10 ദിവസവും ഇതൊക്കെ കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞപ്പോ കുടുംബക്കാരെല്ലാരും കൂടെ പിടിച്ച് അടുത്ത് കെട്ടിച്ചു. ഇപ്പൊ പിന്നെ ഇതേ ഇല്ല. അള്ളാഹു ഈമാൻ. ആരൊക്കെ അപ്പൊ ഇതേ ഇരിക്കണില്ല? ഇപ്പൊ ഇതേ എന്തൊക്കെ, എന്തിനാ, ആരൊക്കെയാ ഇതയും മറ്റുള്ള കാര്യങ്ങളൊന്നും പലരും ഇരിക്കുന്നുമില്ല. അതിന്റെ ഗൗരവം പലരും മനസ്സിലാക്കുന്നില്ല. 4 മാസവും 10 ദിവസവും ഭർത്താവ് മരണപ്പെട്ടു പോയ പെണ്ണിരിക്കണം, തലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണ് ഇദ്ദ ഇരിക്കണം. ആരാപ്പ ഇരിക്കുക? ഇദ്ദ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതൊരു ചടങ്ങ്, വെറും ഒരു ചടങ്ങ് അത്ര തന്നെ. ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഭാര്യ, പണ്ടൊക്കെ പെണ്ണുങ്ങൾ ആരോടും സംസാരിക്കാറില്ല, പുറത്തിറങ്ങാറില്ല. അല്ലാഹു അലം. ഇപ്പോഴത്തെ അവസ്ഥയോ? TV വെച്ചുകൊണ്ടായിരിക്കുന്നത്. ഹാളി വന്നിരിക്കാൻ പറ്റാത്തതുകൊണ്ട് റൂമിനകത്ത്. എന്ത് ഇദ്ദയിപ്പ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഷഖീഖുൽ ബൽഖി തങ്ങളോട് തൻ്റെ ശിഷ്യൻ പറഞ്ഞു കൊടുക്കുക, അപ്പൊ ഞാൻ ഭൂമിയിലുള്ള ജനങ്ങളോട് എല്ലാവരോടും നോക്കിയപ്പോൾ എല്ലാവർക്കും ഒരു സുഹൃത്തുണ്ട്, പക്ഷെ എല്ലാവരും ഖബറിന്റെ ചാരത്ത് വരെ വരൂ. അപ്പൊ പിന്നെ അവരുമായി കൂട്ടുകൂടിയിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് മടങ്ങി പോകുമ്പോൾ അവരുടെ കൂടെ കൂട്ടുകൂടിയിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോഴാണ് ഞാനൊരു ഇൽമു പഠിക്കുന്നത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ മാത ഇബ്നു ആദം ഇൻ ഖതഅ അമലുഹു ഇല്ലാ മിൻ സലാ.
ആദമിന്റെ മക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് പ്രയോജനമുള്ള 3 കാര്യങ്ങളേ ഉള്ളൂ. പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്തവന്റെ കൂടെ പോകുന്ന 3 നന്മകളേ ഉള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, സദഖത്തുൻ ജാരിയ. ജാരിയായ സദഖകളുണ്ടല്ലോ, പള്ളിക്ക് വേണ്ടി കൊടുത്തത്, മദ്രസകൾക്ക് വേണ്ടി കൊടുത്തത്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തത്. ആ ജാരിയായ സദഖ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത്, ഈ പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന എത്രയോ പേര് അല്ലാഹുവേ, പലരും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന് വേണ്ടി അവിടുന്ന് സദഖ കൊടുത്തവരുണ്ടല്ലോ. പള്ളിക്ക് വേണ്ടി കൊടുത്തിട്ട് ഖബറിന്റെ അകത്ത് പോയവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ഖബറിലേക്ക് ഒഴുകിയെത്തുന്നതാണ് ജാരിയായ സദഖ. രണ്ടാമതായിട്ട് പ്രവാചകൻ പറയുന്നു, വലദുൻ സാലിഹുൻ യദഊലഹു. ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനങ്ങളുണ്ടല്ലോ, ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനങ്ങൾ. അവിടെയും നമുക്ക് പഠിക്കേണ്ട ചില കാര്യമുണ്ട്. എങ്ങനെയാ മുത്തുനബി പറഞ്ഞേ? സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ എങ്ങനെയാ പറഞ്ഞ ദുആ എങ്ങനെ പറഞ്ഞ? സാലിഹായ മക്കൾ എന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല. നല്ലതുപോലെ കേട്ടോ, സാലിഹായ മക്കൾ എന്ന് പറഞ്ഞ് അവിടെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. പള്ളി വരും, നിസ്കരിക്കും, സദഖ കൊടുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെയുണ്ട്. ചില മക്കളെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടാകും, എല്ലാ നല്ല കാര്യത്തിനും മുൻപന്തിയിലുണ്ടാകും, നോമ്പ് പിടിക്കും, എല്ലാ കാര്യങ്ങൾക്കും. പക്ഷേ മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ, അവരെ കുഴിയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകത്തില്ല. അങ്ങനെയുള്ളവനെ കിട്ടിയിട്ട് കാര്യമുണ്ടോ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ ഉള്ളത് പറ. താടിയുടെ നീളം ഇങ്ങവരെ കാണും, ചിലപ്പോൾ തഴമ്പൊക്കെ ഉണ്ടാകും. പക്ഷെ അത്തായി അമ്മായും കൊണ്ടുവന്ന് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവരായി, അവരുടെ പാടായി, അസ്സലാമു അലൈക്കും, ടാറ്റ, കഴിഞ്ഞു. ഇനി അങ്ങ് ആഖിറത്തിൽ അതല്ല. എന്താ പറഞ്ഞ്? യദഊലു, ദുആ ചെയ്യണം. മാതാപിതാക്കൾ, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് എൻ്റെ ഉപ്പാന് പുറത്തു കൊടുക്ക്, എൻ്റെ ഉമ്മാന് പുറത്തു കൊടുക്ക്, എൻ്റെ ഉപ്പായ്ക്ക് സ്വർഗം കൊടുക്ക്. പള്ളിയിലെ ഉസ്താദ് ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ വാപ്പാ നീ ചെയ്യണത്? സ്വന്തം വാപ്പായ്ക്ക് വേണ്ടി സ്വന്തം മകൻ ചെയ്യുന്നതിന്റെ അത്രയും വരുമ്പോൾ ഉസ്താദ് ചെയ്ത സ്വീകരിക്കില്ല എന്നല്ല, അത് ഇത്തിരി കൂടെ അപ്പുറം. അൽഹംദുലില്ലാ. എങ്കിലും നമ്മൾ ചെയ്യുന്നതിന് എത്രയും വരുമോ? ഞാൻ എൻ്റെ അത്തായ്ക്ക് വേണ്ടി ദുആ ചെയ്യണ പോലെ ഷാജിയാണ് ദുആ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ എന്താ പറഞ്ഞത്? ദുആ ചെയ്യുന്ന മക്കൾ. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. മൂന്നാമതായിട്ട് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ, മൂന്നാമതായിട്ട് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ. നാം പരിശുദ്ധമായ നല്ല നല്ല കാര്യങ്ങൾ ഇൽമ പഠിച്ചു, വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഇൽമ നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ എനിക്ക് പ്രയോജനമുണ്ട്. നാളെ ഖബറിന്റെ അകത്ത് കിടക്കുമ്പോ എന്റെ ഖബറിലേക്ക് ആരെങ്കിലും ഈ വയത് കേട്ടിട്ട് ഒരാളെങ്കിലും ജീവിതത്തിൽ ചെയ്താൽ എനിക്കെത്തും. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ഖബറിന്റെ അകത്തേക്ക് വരുന്നതെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, മഹാനായ ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കുന്ന ഗുരുനാഥനോട് അവിടെന്ന് പറയുന്ന, ഉസ്താദേ, ഞാൻ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. കാരണം അല്ലാഹനെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത്, പിന്നെ മുത്തുനബിയാണ് സ്നേഹിക്കേണ്ടത്. അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും സ്നേഹിക്കാതെ വേറെ ആരെയും സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അവരെ സ്നേഹിക്കണമെന്നാണ് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടാലല്ലേ സ്വർഗമുള്ളൂ, മുത്തുനബിയെ സ്നേഹിച്ചാലല്ലേ ശഫാഅത്തുള്ളൂ, ഹൗദുൽ കൗസറുള്ളൂ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമുള്ളൂ. അതുകൊണ്ട് അവിടെന്ന് പറയുന്നു, അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ കൂട്ടുകാരനാക്കി തെരഞ്ഞെടുക്കുന്നത് ആരെയെന്നറിയുമോ? ഫജഅൽതുൽ ഹസനാതി മഹബൂബാ. നല്ല കാര്യങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട്സായി ഞാൻ ആരെയാണ്? ഭാര്യയെയല്ല, മക്കളെയല്ല, കൂടപ്പിറപ്പിനെയല്ല, കൂടെ പഠിച്ചവരെയല്ല, കുടുംബക്കാരെയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാമുകിയായ ഒരു പെണ്ണിനെ ടൈം പാസിന് പ്രണയിക്കലല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഏറ്റവും വലിയ പ്രണയഭാജനം, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനും കഴിഞ്ഞാ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്തിനെയെന്നറിയുമോ? പണത്തിനെയല്ല, കൊട്ടാരങ്ങളെയല്ല, അധികാരങ്ങളെയല്ല, സുന്ദരികളായ പെണ്ണുങ്ങളെയല്ല, ഈ ദുനിയാവിന്റെ ആഡംബരമല്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് എന്റെ കൂടെ വരുന്ന നല്ല കാര്യങ്ങളെയാണ്. അമലുൻ സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ
തങ്ങളെയാണ് ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തെ സ്നേഹിക്കാൻ തുടങ്ങി. ഖുർആൻ ഓതുന്നതിന് ഒരു ലഹരിയായി കാണാൻ തുടങ്ങി. ദിക്റുകൾ പറയുന്നത് വല്ലാത്ത ലഹരിയാണ്. എനിക്കും നിങ്ങൾക്കും തെറ്റുപറ്റിയത് അവിടെയാണ്, നമ്മൾക്ക് പിഴവ് സംഭവിച്ചത് അവിടെയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ കരുതിയിരിക്കുന്നത് ഏറ്റവും വലിയ സുഖം കിട്ടുന്നത് സുന്ദരിയായ ഒരു പെണ്ണിന് കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴാണെന്നുള്ളത് നമ്മുടെ തെറ്റിദ്ധാരണയാ. അല്ലെങ്കിൽ ഫോണിലൂടെ ഒരു പെണ്ണിനോട് സംസാരിക്കുമ്പോഴുള്ള ലഹരിയാണ്, അല്ലെങ്കിൽ കള്ളു കുടിക്കുമ്പോഴുള്ള ലഹരിയാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ വല്ലാത്ത ലഹരിയുണ്ട് എന്ന് കരുതുന്ന മുസ്ലിമേ, ഒരിക്കലും അങ്ങനെ കരുതരുത്. ഏറ്റവും വലിയ ലഹരി ഏതെന്നറിയോ? അള്ളാഹുവിന്റെ മുന്നിൽ 2 റക്അത്തൊന്ന് നിസ്കരിക്കാൻ നിന്ന് നോക്കൂ. ഏറ്റവും വലിയ ലഹരി അതാണ്, ഏറ്റവും വലിയ സന്തോഷം അതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ആ ഖുർആൻ ഓതേണ്ട രീതിയിൽ ഒതുവെടുത്തിട്ട് മനസമാധാനത്തോടെ ആരും കാണാതെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഖുർആനിലെ ഏതെങ്കിലും 114 അധ്യായങ്ങളിൽ ഏതെങ്കിലും ഒരു അധ്യായം എടുത്തിട്ട് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് ഒന്നോതി നോക്കു മനുഷ്യ. അതിനെപ്പോലെ ലഹരിയുള്ള പിന്നെ എന്താ ലോകത്തുള്ളത്? ഏറ്റവും വലിയ സംഗീതം അതാണല്ലോ. നിങ്ങൾ എത്രയും വലിയ യേശുദാസിന്റെ പാട്ട് കേൾക്കുന്നവരുണ്ട്, ഒരുപാട് ഗായകന്മാര് ഗായികമാര് അവരുടെ പാട്ട് കേട്ട് ആസ്വദിക്കുന്ന മുസ്ലിമേ, 2 ദിവസം അല്ലാഹുവിന്റെ ഖുർആൻ ഉണ്ടല്ലോ. നിങ്ങൾ 2-3 ദിവസം അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു വെച്ചൊന്ന് ഓതുന്നതൊന്ന് കേട്ട് നോക്ക്. ആദ്യമൊക്കെ ചില പ്രയാസമാണെങ്കിലും അല്ലാഹുവേ പിന്നെ കേൾക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്തു മനോഹരമെന്നറിയുമോ അല്ലാഹുവിന്റെ ഖുർആൻ, എന്തു മനോഹരമെന്നറിയോ? അതുപോലെ നിങ്ങളൊന്ന് സ്വലാത്ത് പറയാൻ തുടങ്ങൂ, നിങ്ങളൊന്ന് ദിക്റ് പറയാൻ തുടങ്ങൂ. എന്റെ പ്രിയപ്പെട്ടവരെ, വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ ചുമ്മാതിരിക്കുമ്പോ നിങ്ങൾ വെറുതെ കയ്യിലെ തസ്ബീഹ് എടുത്ത് പിടിച്ചിട്ട് ഒരു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ വഅസ്തഗ്ഫിറുല്ലാഹല്ലദീ ഈ ദിക്റങ്ങ് പറയാൻ തുടങ്ങിയ ദിവസങ്ങൾ കഴിയും തോറും അറിയാതെ നിന്റെ കൈ ഇങ്ങനെ ചലിക്കുകയാ, അറിയാതെ നിന്റെ കൈ ഇങ്ങനെ ചലിക്കുകയാ. ഓർമ്മയില്ലേ നിന്റെ പ്രിയപ്പെട്ട പിതാവ്, നിന്റെ ഉമ്മയ്ക്ക് നിനക്ക് ഓർമ്മയില്ലേ? ബോധമില്ലാത്ത സക്കറാത്തിന്റെ അവസ്ഥയിൽ പടച്ചവനെ കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥയിൽ പോലും അവര് സുഖമില്ലാതെ തളർന്നു കിടക്കുമ്പോഴും സുബ്ഹാനല്ലാഹ് പലരുടെയും കൈ ഇങ്ങനെ ചലിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ദിക്റ് പറഞ്ഞ ശീലമാ. അല്ലാഹു അവരുടെയൊക്കെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ, പഴയ ആൾക്കാരൊക്കെ അവരിങ്ങനെ കിടക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ബോധമൊന്നും ഇല്ലാന്ന്, പക്ഷെ കൈ ഇങ്ങനെ അനങ്ങുന്ന കാണാം. കൈ ഇങ്ങനെ, കാരണം ദിക്റ് തസ്ബീഹൊക്കെ ഇപ്പോഴല്ലേ പണ്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പറയും, ഇപ്പൊ പിന്നെ എളുപ്പത്തിൽ ഓട്ടിയിലാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിക്റുകൾ പറയാൻ തുടങ്ങിയാൽ അതൊരു ലഹരി. നമസ്കാരം അതുകൊണ്ടാണല്ലോ പല മഹാന്മാരും, പടച്ചവനെ, ഒരു സഹാബിയുടെ ചരിത്രം പറയുന്നുണ്ട്. ഒരു സഹാബിയുടെ ചരിത്രം, അദ്ദേഹത്തിന്റെ കാലിന്റെ ഒരു വിരല് പഴുത്തു. നിസ്കാരത്തിന്റെ ലഹരി മനസ്സിലാക്കണം. ഉബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹു തൂക്കുമരത്തിൽ കയറ്റിയിട്ട് കൊല്ലാൻ പോകുമ്പോഴും നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് പറയാ, മതിയായില്ല പടച്ചവനേട്ടാ, അള്ളാഹുവേ പോകുന്നതിന് വിഷമല്ല, മരിക്കുന്നതിലല്ല നിസ്കാരം. ഒരു സഹാബിയുടെ കാലിന്റെ ഒരു വിരല് പഴുത്തു. ആ സമയത്താണ് വൈദ്യന്മാര് പറഞ്ഞു, ഈ പഴുപ്പ് മുകളിലേക്ക് കയറും, അതുകൊണ്ട് കാലിന്റെ വിരല് മുറിച്ചു മാറ്റി. മഹാനവറുകൾ സമ്മതിച്ചില്ല. അവിടുന്ന് കാലിന്റെ പഴുപ്പങ്ങോട്ട് മുകളിലേക്ക് കയറാൻ തുടങ്ങി. കാൽപത്തി മുഴുവനും പഴുപ്പായി. അപ്പോഴും വൈദ്യന്മാര് പറഞ്ഞു, ഇത് മുറിച്ചുകളാ, ഇല്ലെങ്കിൽ മുകളിലേക്ക് കയറും. മഹാനവറുകൾ സമ്മതിച്ചില്ല. അവസാനം പഴുപ്പ് മുകളിലേക്ക് കയറി. അപ്പോഴും വൈദ്യന്മാര് വന്നിട്ട് പറഞ്ഞു, കാല് മുറിച്ചു മാറ്റു. മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇനി പഴുപ്പ് മുട്ടിന്റെ മുകളിലേക്ക് കയറും, വലിയ പ്രയാസമാണ്, അര വെച്ച് മുറിച്ചു മാറ്റണം. അങ്ങനെ അവസാനം മഹാനവറുകൾ അവിടുന്ന് സ്വഹാബിയാണ്. ആ സ്വഹാബി തന്റെ കാല് മുറിക്കാൻ സമ്മതിക്കുകയാ. അങ്ങനെ വൈദ്യന്മാര് മുഴുവനും കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. കടന്നു വന്നിട്ടൊരു പാത്രത്തിൽ അവിടുന്ന് കൊണ്ടുവന്നൊരു മരുന്ന് കൊടുക്കുകയാ. ഒരു മരുന്ന് കുടിക്കാൻ, ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് മയക്കണമല്ലോ, ഇപ്പോഴല്ലേ ഇഞ്ചക്ഷനൊക്കെ.
അപ്പം മയക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഒരു മരുന്ന് കൊണ്ടുവന്ന് കൊടുത്തു. മഹാനവറുകൾ ചോദിച്ചു, എന്താ ഇത്? ഇത്തിരി കള്ളാണ്, ഇത് എന്തിനാ കുടിക്കണം? ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഈ മുറിക്കുന്നതിന്റെ വേദന അറിയില്ല. ഈ മുറിക്കുന്നതിന്റെ വേദന അറിയാതിരിക്കാൻ ഈ കള്ള് കുടിക്കാൻ പറയുമ്പോ സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ അവിടുന്ന് ചോദിക്കുകയാ, കള്ള് കുടിക്കാനോ? ഒരിക്കലും ഞാൻ കുടിക്കില്ല. അവിടെന്ന് പറഞ്ഞ് കാല് മുറിക്കുന്നതിന് വല്ലാത്ത വേദനയാണ്. മഹാനവായ സ്വഹാബി അവിടെന്ന് പറയുകയാ, ഞാനെങ്കിൽ 2 റക്അത്ത് നമസ്കരിക്കാം. ഞാൻ നമസ്കാരത്തിലേക്ക് കൈകെട്ടി എന്നിട്ട് അവിടെന്ന് പരിശുദ്ധമായ ഖുർആൻ ഫാത്തിഹ ഓതി ഞാൻ സൂറത്ത് ഓതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. എന്റെ പ്രിയപ്പെട്ടവരെ, കെട്ടുകഥയല്ല, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയുടെ ചരിത്രമാ. അവിടുന്ന് പടച്ചവനെ മഹാനവറുകൾ അവിടുന്ന് ഉളുവെടുത്തു. എന്നിട്ട് നമസ്കരിക്കുന്നതിന് വേണ്ടി അവിടുന്ന് കൈകെട്ടുകയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ അവിടുന്ന് കൈകെട്ടി അവിടുന്ന് ഫാത്തിഹ ഓതി സൂറത്ത് ഓതാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, വൈദ്യന്മാര് കാലിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. ഒരു മരുന്നും കൊടുക്കാതെ, ഒരു ഇഞ്ചക്ഷനും എടുക്കാതെ, ഒരു അല്ലാഹുവേ വേദനയുടെ ഒരു മരുന്നും കൊടുത്തിട്ടില്ല. ആ സ്വഹാബി ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ, ആ മഹാൻ ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യന്റെ കാലങ്ങ് വെട്ടിമുറിക്കുകയാ. അവിടത്തെ കാലുണ്ടല്ലോ, മുട്ടിന്റെ താഴ്ഭാഗം വെച്ച് മുറിച്ചു മാറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ അറിഞ്ഞില്ല, കാല് മുറിച്ചു മാറ്റിയിട്ടറിഞ്ഞില്ല. ഒരു പച്ചയായ മനുഷ്യന്റെ ഒരു കാല് വെട്ടി മുറിച്ചിട്ട് അല്ലാഹുവേ അപ്പോഴും നമസ്കാരത്തിലാണ്. കാലിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്, കാലിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്. അല്ലാഹുവേ, രക്തം നിൽക്കാതെ വന്നപ്പോ എളുപ്പ ഒരു വഴിയുണ്ട്. സൈത്തെണ്ണ തിളപ്പിച്ചിട്ട് മുക്കിക്കഴിഞ്ഞാൽ, അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ്, അവിടെ നിന്ന് സൈത്തെണ്ണ തിളപ്പിച്ചിട്ട് ഈ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകി ഒഴുകി പൊക്കൊണ്ടിരിക്കുകയാണ്. അവര് നിൽക്കുന്നതിന് വേണ്ടി തിളച്ച എണ്ണയങ്ങ് കാലിലേക്ക് മുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പിടഞ്ഞ് താഴെ വീഴുകയാ. അവിടത്തെ ബോധം നഷ്ടപ്പെട്ടു പോയി, അവിടത്തെ ബോധം നഷ്ടപ്പെട്ടു പോയി. എല്ലാവരും കൂടി നിൽക്കുകയാണ്. പടച്ചവരെ, കാല് മുറിച്ചതറിയില്ലല്ലോ, ബോധം വരുമ്പോ എങ്ങനെയാ പറയുന്നത്? വൈദ്യന്മാര് മുഴുവനും ഇങ്ങനെ നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കുടുംബക്കാരിൽ ഒരാൾ ഓടി വരികയാണ്. എന്തേ വരുന്നതിന്റെ കാരണമെന്നറിയുമോ? ഇദ്ദേഹത്തിന്റെ ഒരു മകന് കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടു. ഈ കിടക്കുന്ന മഹാന്റെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടു. അത് പറയാമെന്നതാണ്. പടച്ചവനെ, എല്ലാവർക്കും വിഷമമായി. കാല് മുറിച്ചു, മകനും മരിച്ചു. ആരാണ് പറയുന്നത്? ആരാണ് പറയുന്നത്? അവിടുന്ന് ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് മുറിച്ചു മാറ്റി. അവിടുന്ന് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. കുടുംബക്കാര് പറഞ്ഞു, തങ്ങള് അവിടുത്തെ ഇളയ മകന് കുതിരയുടെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി. തങ്ങള് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. കേട്ടവരുടെ കണ്ണ് നിറഞ്ഞു പോയി. പടച്ചവരെ, മഹാനവറുകൾ ഇരുന്ന് കരയുകയാ. അവിടെന്ന് ചോദിച്ചു, എന്തിനാ അൽഹംദുലില്ലാഹ് പറഞ്ഞത്? ആ സമയത്ത് മഹാനവറുകൾ പറയുകയാണ്, അല്ലാഹു എനിക്ക് 2 കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ. 2 കൈയും 2 കാലും തന്നിട്ട് അല്ലാഹു 2 കൈയും 1 കാലും എനിക്ക് തന്നല്ലോ. ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്.
രണ്ടാമത് അൽഹംദുലില്ലാ പറഞ്ഞത് എന്തിനെന്നറിയുമോ? അല്ലാഹു 7 മക്കളെ തന്നിട്ട് ഒരെണ്ണത്തിനെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, ബാക്കി 6 എണ്ണത്തിന് എനിക്ക് അല്ലാഹു നൽകിയല്ലോ. അൽഹംദുലില്ലാ. അവിടുന്ന് പടച്ചവനെ സ്തുതിക്കുകയാ, എന്നിട്ടിരുന്ന് കരയുകയാണ്. എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? അല്ലാഹുവേ, നിന്ന് നിസ്കരിക്കാൻ ഇനി എനിക്ക് കഴിയില്ലല്ലോ. നിന്ന് നിസ്കരിക്കാൻ, അള്ളാന്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോ ഒരു സുഖമുണ്ടായിരുന്നല്ലോ. ഇനി മുതൽ ഒറ്റക്കാലല്ലേ, എനിക്ക് ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അല്ലാ. അതിന്റെ ദുഃഖം കൊണ്ട് കരഞ്ഞു പോയതാ. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് നിസ്കരിച്ചു നോക്കൂ. നിസ്കരിക്കേണ്ട രീതിയിൽ നിസ്കരിച്ചു നോക്കൂ. ഖുർആൻ ഓതേണ്ട രീതിയിൽ ഖുർആൻ ഓതി നോക്കൂ. ദിക്റുകൾ പറയേണ്ട രീതിയിൽ അതിനെ വെറും ഒരു ചടങ്ങായി കാണാതെ ഹയ്യാല സലാ ഹയ്യാലൽ ഫലാ എന്ന് ബാങ്ക് വിളിക്കുമ്പോ ഓടി വന്ന് കുത്തലല്ല, ഓടി വന്ന് തലകീഴായി വീഴലല്ല. പടച്ചവനെ, അതിനെ എന്ന് സ്നേഹത്തോട് അതെന്റെ ബാധ്യതയാണെന്ന് കരുതിയിട്ട് ഒന്ന് നിസ്കരിച്ചു നോക്ക് മുസ്ലിമേ. ഒന്ന് ഖുർആൻ ഓതി നോക്ക് മുസ്ലിമേ. അത് നിന്റെ ജീവിതത്തിലെ രക്ഷയാ, നാളെ ആഖിറത്തിലും രക്ഷയാ. അല്ലാഹുവേ, നല്ല കാര്യങ്ങളെ സ്നേഹിക്കാ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അമലുകളെ സ്നേഹിക്കാൻ നോക്ക്. അതിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഖബറിൽ കൂടെ വരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിച്ച ഖബറി വരുവോ? പറ, നിസ്കരിച്ച ഖബറി വരുവോ? വരുവോ? നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം ഖബറി വരുവോ? ഖുർആൻ ഓതുന്നത് വരുവോ? ദിക്ർ പറയുന്നത് വരുമോ? സദക്ക കൊടുക്കുന്നത് വരുമോ? കൂടെ കിടന്ന ഭാര്യ വരുവോ? പോയിന്റ്. കൂടെ കിടന്ന മക്കള് വരുവോ? ചെലവിന് കൊടുത്ത കൂട്ടുകാര് വരുവോ? ഇല്ല. എല്ലാം എവിടെ വരെ വരും? അവിടെ വന്ന് മണ്ണും വാരിയിട്ട്, അത് എറിയുക, വാരിയിട്ട് മണ്ണ് വാരിയിട്ട് വലിച്ചെറിയുക. ദ്രോഹം പോയി കിട്ടിയല്ലോടാ, 5 പാദം പോയി കിട്ടിയല്ലോ. അൽഹംദുലില്ലാ. വാരി എറിയ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരു സുഖം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ പകലുള്ള ജമാഅത്തൊക്കെ ഇവിടെ വന്ന് ചെയ്യുന്നത്, നിങ്ങൾ ഇന്ന് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കും മനുഷ്യ. ആരും കാണാതെ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചു നോക്ക്. അതൊരു ലഹരിയാ, വല്ലാത്ത ഒരു സുഖമുള്ള കാര്യമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രിയുടെ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. തഹജ്ജുദ് നിസ്കരിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. 5 പേരുണ്ട്. അള്ളാഹു നിങ്ങളെ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തുമാറാകട്ടെ. ഒരാമീൻ പറ. 5 പേര് മാത്രം മതിയോ? നമുക്കൊന്നും പോണ്ടേ? 5 പേര് മാത്രം പോയാൽ മതിയോ? നമുക്ക് പോകണ്ടേ? കുറെ കാലം കൊണ്ട് വാഴ്ന്നു കേൾക്കുന്നുണ്ടല്ലോ. തഹജ്ജുദ് നിസ്കാരത്തിന്റെ മഹത്വം ഒരുപാട് കാലം കൊണ്ട് കേൾക്കുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെയാണ് സ്നേഹിക്കേണ്ടത്. ആ നമസ്കാരത്തെയാണ് സ്നേഹിക്കേണ്ടത്. പകല് നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും, രാത്രി നമസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റാറില്ല. കാരണം അത് നാട്ടുകാര് കാണുന്നില്ല, അത് നാട്ടുകാര് കാണുന്നില്ല, കൂട്ടുകാര് കാണുന്നില്ല. ഇവൻ 5 നേരവും പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവനാണെന്നാരും പറയാറില്ല. പക്ഷേ ചിലപ്പോൾ നിന്റെ കൂടെ കിടന്ന ഭാര്യ പോലും അത് കാണണമെന്നില്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആ നമസ്കാരത്തെ മുറുകെ പിടിക്കൂ. ആ നമസ്കാരത്തെ മുറുകെ പിടിക്ക്. ആ നമസ്കാരത്തിന്റെ മഹത്വം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മകനുണ്ടല്ലോ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് ഒരു സംഭവം പറയുകയാ. തഹജ്ജുദ് നിസ്കാരം പാതിരാത്രി ആരും കാണാതെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മുസ്ലിമേ, തതജാഫാ ജുനൂബുഹും അനിൽ മളാജ്. പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവര് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മകനുണ്ടല്ലോ, ഇബ്നു ഉമർ റളിയല്ലാഹു
തആല അൻഹു പറയുകയാണ്, എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിയുമ്പോ അല്ലാഹുവേ പള്ളിക്കകത്ത് ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചു, അസ്സലാത്തു ഖൈറും അവിടുന്ന് ബാങ്ക് വിളിക്കുമ്പോഴേ പള്ളി നിറയുകയാണ്. മസ്ജിദുൻ നബവിയിൽ സുബഹി ബാങ്ക് വിളിക്കുമ്പോഴേ പള്ളി നിറയുകയാ. എല്ലാവരും പള്ളിക്കകത്ത് വന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് നമസ്കരിക്കാൻ കടന്നു വന്നു. അവിടുന്ന് പ്രവാചകൻ ഇമാമത്ത് നിന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബത്തിനോട് സംസാരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമസ്കാരം കഴിഞ്ഞിട്ട് സഹാബത്തിന്റെ അടുക്കൽ തിരിഞ്ഞിരിക്കും. എന്നിട്ട് ചോദിക്കും, സഹാബ ഇന്നലെ ആരെങ്കിലും സ്വപ്നം കണ്ടോ? സഹാബ നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനോട് പല സ്വഹാബത്തും അവിടുന്ന് സ്വപ്നം കണ്ടിട്ട് പറയുകയാ. പലരും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കും, നബിയേ ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ട് നബിയേ, അതിന്റെ അടയാളം എന്താണ്? അതിന്റെ വിവക്ഷ എന്താണ്? സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ്? പലരും അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വപ്നം കണ്ടതിനെ കുറിച്ച് പറയും. പ്രവാചകൻ അവിടുന്ന് മറുപടി പറഞ്ഞു കൊടുക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ കണ്ട സ്വപ്നം സ്വഹാബത്തിനോട് പറയും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചിന്തിക്കുന്നു, അല്ലാ ഞാനൊരു സ്വപ്നവും കാണാറില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോൾ എല്ലാ ദിവസവും സഹാബത്തൊക്കെ വന്നിട്ട്, നബിയെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, അതിന്റെ വ്യാഖ്യാനം എന്താ? പ്രവാചകൻ പറഞ്ഞു കൊടുക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു തആല ചിന്തിച്ച പ്രശ്നം, ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ അല്ലാ. അതങ്ങനെ ചിലരങ്ങനെ, ചിലർ ഒരു സ്വപ്നവും കാണാറില്ല, പിന്നെ ചിലർ പിന്നെ സ്വപ്നജീവികളായി പോകും, അത് മാത്രം കാണുന്നവരുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ കാണാറുണ്ടോ? നിങ്ങൾ സ്വപ്നം കാണാറുണ്ട്? പരമനുഷ്യന്മാരെ കാണാറുണ്ടോ? എന്തോ കാണാനില്ലേ? പാമ്പ് കൊത്താൻ വരുന്നു, പട്ടി കടിക്കാൻ വരുന്നു, ആരോ കൊണ്ടുവന്ന് കൂടോത്രം കുഴിച്ചിടുന്നു. ഇതൊക്കെയാ സ്വപ്നം കാണുന്നത്. നമ്മൾ കാണുന്ന സ്വപ്നം നല്ല സ്വപ്നങ്ങളൊന്നും കാണാറില്ല. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് വലിയ സങ്കടമായി. കാരണം എല്ലാവരും പ്രവാചകന്റെ അടുക്ക വന്ന് ചോദിക്കുന്നു, ഈ ചങ്ങാതി ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് വലിയ വിഷമമായി. അങ്ങനെ ഒരു ദിവസം മസ്ജിദുൻ നബവിയിൽ കിടന്നുറങ്ങുകയാണ്. അല്ലാഹുവേ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ മസ്ജിദുൻ നബവിയിൽ കിടന്നുറങ്ങാൻ പോകുമ്പോ, അല്ലാഹുവേ ഒരു സ്വപ്നമെങ്കിലും കണ്ടിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. മഹാനവറുകൾ അവിടെ നിന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞു. മസ്ജിദുൻ നബവിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ പോകുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ഇൻ കുന്ത തഅലമു ഫീ ഖൈറൻ, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, എന്നിൽ എന്തെങ്കിലും ഒരു ഖൈറുണ്ടെങ്കിൽ, എന്നിലെന്തെങ്കിലും ഒരു ഖൈറുണ്ടെങ്കിൽ എനിക്ക് നീ ഒരു സ്വപ്നം കാണിച്ചു തരണേ അല്ലാ. ഫറഅയ്തു ലൈലത്ത റുയാ, ഇന്നത്തെ രാത്രി തന്നെ എന്നിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ എനിക്ക് നീ ഒരു സ്വപ്നം കാണിച്ചു തരണേ തമ്പുരാനെ. എന്തിനാ റസൂലുള്ളയോട് അതിന്റെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിന്റെ വ്യാഖ്യാനം ചോദിക്കാനാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കിടക്കാൻ തുടങ്ങി. അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അവിടുന്ന് ദുആ ചെയ്തിട്ട് കിടക്കുമ്പോ ഫറഅയ്തുഹു, മഹാനവറുകൾ അവിടുന്ന് ഒരു സ്വപ്നം കാണുകയാണ്. അതാനി മലക്കാൻ, രണ്ട് മലക്കുകൾ ഇങ്ങനെ കടന്നു വരികയാ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് രണ്ട് മലക്കുകൾ ഇങ്ങനെ കടന്നു വരികയാണ്. പടച്ചവരെ, എന്നിട്ട് ആ മലക്കുകൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ്. രണ്ട് മലക്കുകൾ അവിടുന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ്. മഹാനവറുകൾ പറയുന്നു, ഫറഅയ്തുന്നാർ മൂതാ, ആ രണ്ട് മലക്കുകൾ പിടിച്ച് എവിടെയാ കൊണ്ടുപോകുന്നത്? അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ മുന്നിൽ കൊണ്ടുപോവുകയാ. മഅദല്ലാഹ്. ഇബ്നു ഉമർ
റളിയല്ലാഹു തആല അൻഹുവരെ മലക്കുകൾ ആ സ്വപ്നത്തിൽ ഇങ്ങനെ പിടിച്ച് നരകത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോ നരകം അടച്ചു വെച്ചിരിക്കുകയാണ്. കിണറടച്ചു വെച്ചിരിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ നരകം അവിടെ അടച്ചു വെച്ചിരിക്കുകയാ. മഹാനവറുകൾ അവിടെ നിന്ന് വല്ലാത്ത പടച്ചവര് അവിടെ നിന്ന് റബ്ബിനോട് കാവൽ ചോദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് സ്വപ്നം കണ്ടു. രാവിലെ എഴുന്നേറ്റു. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട സഹോദരിയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്, മുത്തുനബിയുടെ ഭാര്യയാണ് തന്റെ പ്രിയപ്പെട്ട സഹോദരി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനോട് ഈ സ്വപ്നവ്യാഖ്യാനം നേരിട്ട് പോയി ചോദിച്ചില്ല. കൂടപ്പുറപ്പിനോട് പറഞ്ഞു ഇതിന്റെ വ്യാഖ്യാനം ഒന്ന് ചോദിക്കാൻ. ഞാൻ കണ്ട സ്വപ്നം ഇതാണ്, സഹോദരിയോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നില് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മകനുണ്ടല്ലോ, ആ മകൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങളോട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരി അവിടെ നിന്ന് മുത്തുനബിയോട് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? നിഅമർ റജുലു അബ്ദുല്ലാഹ് ലൗ കാന യുസല്ലി ബില്ലൈൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇബ്നു ഉമർ നല്ലവനാണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാണ്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവനാണ്. പക്ഷേ രാത്രി ഒന്ന് 2 റക്അത്ത് നിസ്കരിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, നിഅമർ റജുലു അബ്ദുല്ലാഹ് ലൗ കാന യുസല്ലി ബില്ലൈൽ. 2 റക്അത്ത് നമസ്കരിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതാ. മഹാനായ ഇബ്നു ഉമർ തങ്ങൾ പറയുകയാണ്, വമാ തറക്തു മിൻഹു അൻ കാന റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞതിനു ശേഷം ഞാൻ മരിക്കുന്നത് വരെ തഹജ്ജുദ് മുടക്കിയിട്ടില്ല എന്ന ചരിത്രം പറയുമ്പോ പാതിരാത്രി കയ്യിൽ പിടിച്ചിട്ട് നരകത്തിന്റെ മുന്നിൽ വരെ വിളിച്ചു കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോൾ നരകം അടച്ചിട്ടിരിക്കുകയാ. ഇതിന്റെ വ്യാഖ്യാനമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത്, അവിടെ നിന്ന് രാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരെ, മടിയല്ലേ ഈ വഅദ് പറയുന്ന എനിക്കാണെങ്കിലും ഈ കേൾക്കുന്ന നിങ്ങൾക്കാണെങ്കിലും നമുക്ക് വല്ലാത്ത മടിയാണ്. എങ്കിൽ എത്രയോ പ്രായമുള്ളവർ, രോഗം പിടിച്ചവർ, തിരക്കുള്ളവർ രാത്രി 12 മണിക്ക് 1 മണിക്ക് വന്ന് കിടന്നുറങ്ങിയാൽ സുബ്ഹാനല്ലാഹ്, നമ്മൾക്ക് അലാറം വെച്ചിട്ട് കിടന്നാലും കേൾക്കാറില്ല. പടച്ചവരെ 12 മണിക്ക് 1 മണിക്ക് വന്ന് കിടക്കുന്നവനാണെങ്കിലും 4 മണിയായ ഒരാലാറവും വേണ്ട. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ആരോ വിളിച്ചു വിട്ടതുപോലെ എഴുന്നേക്കുന്നവരുണ്ടല്ലോ, നിസ്കരിക്കുന്നവരുണ്ടല്ലോ. അവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം കേട്ടോ. തഹജ്ജുദ് നിസ്കരിക്കുന്നവരെ മഹാനായ മുത്തുനബിയാണ് പറയുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, ഖുർബത്തുൻ ഇലല്ലാഹ്. തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് അല്ലാഹുവുമായിട്ടൊരടുപ്പമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നവർ അല്ലാഹുവിന്റെ അടുത്ത ദാസന്മാരാ. അതുകൊണ്ടാ പറഞ്ഞത്, എനിക്ക് കഴിയില്ല, നിങ്ങളിൽ പലർക്കും കഴിയില്ല. നമ്മൾ വിചാരിക്കും നിസ്കരിക്കണമെന്ന്, നമ്മളിൽ പലർക്കും പറ്റാറില്ല. കാരണം അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കേ കഴിയത്തുള്ളൂ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ നിസ്കരിക്കത്തുള്ളൂ. മഹാനായ പ്രവാചകൻ പറയുകയാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യ, അല്ലാഹുവേ എത്ര വലിയ പ്രതിഫലമെന്നറിയോ, എത്ര വലിയ പ്രതിഫലമെന്നറിയോ. പടച്ചവരെ, ജീവിതത്തിൽ ഞാനും നിങ്ങളും ഒരുപാട് തെറ്റ് ചെയ്യുമല്ലോ. നമ്മൾ പറയും, ഉസ്താദേ തെറ്റിന്റെ അകത്ത് പെട്ടുപോകുന്നു, കള്ള് കുടിക്കുന്ന ഉസ്താദ് എത്ര വിചാരിച്ചിട്ടും നിർത്താൻ പറ്റുന്നില്ല, വീടി വലിക്കുന്നു, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു, പടച്ചവനെ മോശമായ രീതിയിൽ നടക്കുന്നു, അന്യ പെണ്ണുമായി ഫോണിലൂടെ സംസാരിക്കുന്നു, ടിവിയുടെ ഫ്രണ്ടിലാണ് ഉസ്താദ്, എത്ര നന്നായി
നേരെയാകണമെന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല, എത്ര വിചാരിച്ചിട്ടും നേരെയാകുന്നില്ല. എങ്കിൽ ഒരു നന്മ പറഞ്ഞു തരാ. ലോകത്തിന്റെ നേതാവാ പറയുന്നത്, ഏതെങ്കിലും ഒരു മനുഷ്യനെ തഹജ്ജുദ് നിസ്കരിച്ചാൽ അവനെ അല്ലാഹു പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ കള്ളുകുടി മാറണോ, നിന്റെ പലിശ തീറ്റി മാറണോ, നിന്റെ വ്യക്തിഗത സ്വഭാവങ്ങൾ മാറണോ, ഏത് മോശമായ കാര്യമാണെങ്കിലും മാറ്റണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ, എങ്കിലും മുടങ്ങാതെ നീ ഒരു 10 ദിവസം ഒന്ന് തഹജ്ജുദ് നിസ്കരിച്ചു നോക്ക്. അല്ലാഹുവേ, പിന്നെ കള്ള് നിന്റെ മുന്നിൽ വെച്ചാ നീ കുടിക്കൂല. അല്ലാഹു നിന്നെ സംരക്ഷിക്കുകയാണ്. തെറ്റിലേക്ക് വീഴാതെ അല്ല തന്നെ നിന്നെ സംരക്ഷിക്കുകയാ. അത് പടച്ചവനിലേക്ക് അടുക്കുമ്പോ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലമാണ്. 3 ഉസ്താദേ, കള്ളു കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, പലിശ തിന്നിട്ടുണ്ട്, നിസ്കാരം മുടക്കിയിട്ടുണ്ട്, എന്നെ പോലെ ഒരു വൃത്തികെട്ടവൻ ഈ ദുനിയാവിലില്ല. ഒരുപാട് തെറ്റ് ചെയ്തവരാണെന്ന് പറയുന്നവരുണ്ടല്ലോ. മോനെ, നിന്റെ പാപം അല്ലാഹു പൊറുക്കണോ, അല്ലാഹു നിന്റെ പാപങ്ങൾ പൊറുത്തു തരണോ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഒന്ന് രാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റൊന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ആരും കാണാതെ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ നിന്ന് കരഞ്ഞു ദുആ ചെയ്താ നിന്റെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നാലാമത്തെ പ്രതിഫലം എന്താ? ഇന്ന് മുതൽ തുടങ്ങിക്കോ, ഇന്ന് മുതൽ തുടങ്ങിക്കോ. ഈ പറയുന്ന ഞാനും എന്റെ പ്രസംഗം കേൾക്കുന്നവരും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ന് മുതൽ തഹജ്ജുദ് നിസ്കാരം തുടങ്ങാൻ പറ്റുമോ? അത് റമദാനിൽ മാത്രം നിസ്കരിക്കേണ്ട നിസ്കാരമല്ല. ജീവിതത്തിൽ രോഗങ്ങളും കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മരണങ്ങളും വരുമ്പോ മാത്രം നിസ്കരിക്കാറുള്ള നിസ്കാരമല്ല. മോനെ, മുത്തുനബിയാണ് പറയുന്നത്, ഏതെങ്കിലും ഒരു മനുഷ്യന് തഹജ്ജുദ് നിസ്കരിച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് തഹജ്ജുദ് നിസ്കരിച്ചാ അല്ലാഹു അവന് കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, വലിയ വലിയ രോഗങ്ങളുണ്ടല്ലോ, ക്യാൻസർ എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, ട്യൂമർ എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, കിഡ്നി തകരുന്ന രോഗമുണ്ടല്ലോ, ശരീരം തളർന്നു പോകുന്ന രോഗമുണ്ടല്ലോ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന രോഗമുണ്ടല്ലോ, സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത രോഗങ്ങളുണ്ടല്ലോ. അല്ലാഹു നിന്നെ ആ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. രാത്രി നിസ്കരിച്ചാൽ കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം എന്താ? ഒന്ന്, അത് അല്ലാഹുവിന്റെ അടുക്കലേക്ക് അല്ലാഹുവുമായിട്ട് അടുക്കാൻ കഴിയും. ശരിയാ, പകല് നിസ്കരിച്ചാൽ അത് കിട്ടൂല, രാത്രി നിസ്കരിച്ചാൽ അല്ലാഹുവുമായിട്ടൊരു ബന്ധം. 2, എടാ, നീ എത്ര വൃത്തികെട്ടവനാണെങ്കിലും നിസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീ കള്ളു കുടിക്കണമെന്ന് വിചാരിച്ചാലും പറ്റൂല, അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തും. ഒരു പെണ്ണ് വിളിച്ചിട്ട് വാ ഞാൻ തരാം, പോടാ, അല്ലാഹു നിന്നെ രക്ഷിക്കും, അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3, നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അല്ലാഹു നിനക്ക് പുറത്തു തരും, അല്ലാഹു നിനക്ക് പുറത്തു തരും. 4, മാരകമായ രോഗം, മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അൽഹംദുലില്ലാ, രാത്രിയൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ബുദ്ധിമുട്ടിക്കുമോ? അല്ലാഹുവിനെ പ്രയാസപ്പെടുത്തൂ? ഇല്ല സഹോദരങ്ങളെ, അല്ലാഹു സംരക്ഷണം കൊടുക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, തിരി കാപ്പി താപ്പ ഇതേ പോയ കാക്ക, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിസ്കരിക്കല്ലേ ഇന്ന് മുതൽ? ഇൻഷാ അല്ലാഹ് അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.
അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 10 മണിയായി, നിർത്താർ. ഒരു അരമണിക്കൂറും കൂടി ഇരിക്കൂലേ? എന്തായാലും ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ കാര്യം പറയുന്നില്ല, ഇതിന്റെ പ്രതിഫലം പറഞ്ഞ് ഞങ്ങൾ നിർത്താം. ഈ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു തരുന്ന പ്രതിഫലം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ജുനൈദുൽ ബഅദാദി മഹാനവറുകൾ, വലിയ മഹാനാ ജുനൈദുൽ ബഅദാദി തങ്ങൾ അവിടെ നിന്ന് മരണപ്പെട്ടു. അവിടെ നിന്ന് മരണപ്പെട്ടപ്പോൾ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. ചിലരൊക്കെ മരിച്ചു കിടക്കും വല്ലാത്ത പ്രകാശമാണ്. അള്ളാഹു നമ്മുടെ മുഖത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ജുനൈദുൽ ബഅദാദി തങ്ങൾ അവിടെ നിന്ന് മരണപ്പെട്ടപ്പോൾ മുഖത്ത് വല്ലാത്ത പ്രകാശം. അങ്ങനെ അവിടുത്തെ മയ്യത്ത് കൊണ്ട് കബറടക്കി കഴിഞ്ഞു. ശിഷ്യന്മാര് ഉസ്താദിനെ ഒന്ന് സ്വപ്നം കാണണമെന്ന് വലിയ ആഗ്രഹം. അങ്ങനെ ജുനൈദുൽ ബഅദാദി തങ്ങളെ അവിടുത്തെ ശിഷ്യന്മാരിങ്ങനെ അങ്ങനെ വല്ലാത്ത ആഗ്രഹം. അങ്ങനെ ഒരിക്കൽ സ്വപ്നം കണ്ടു. അങ്ങനെ ശിഷ്യന്മാര് സ്വപ്നം കണ്ടപ്പോൾ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ, നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമായിരുന്നു മരിച്ചപ്പോ, എങ്ങനെയുണ്ട് ഉസ്താദെ ഖബർ ജീവിതമൊക്കെ? മഹാനവറുകളോട് ചോദിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാര് സ്വപ്നം കാണുമ്പോൾ ഉസ്താദ് വളരെ സന്തോഷത്തിലിരിക്കുക. ഖബറിന്റെ അകത്ത് വല്ലാത്ത സന്തോഷത്തിലിരിക്കുന്ന ജുനൈദുൽ ബഅദാദി തങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചു, അവിടെ നിന്ന് സ്വപ്നത്തിലൂടെ ചോദിച്ചു, ഗുരുനാഥനോട് മുഖത്ത് വല്ലാത്ത പ്രകാശം കണ്ടു. രണ്ടാമതായിട്ട് അവിടെ നിന്ന് ചോദിച്ചു, ഖബർ ജീവിതം എങ്ങനെ ഉണ്ടായി? മഹാനായ ജുനൈദുൽ ബഅദാദി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അവിടെ നിന്ന് പറഞ്ഞുകൊടുത്ത കാര്യം എന്തെന്നറിയുമോ? ശിഷ്യന്മാരോട് പറഞ്ഞുകൊടുത്തു, അൽഹംദുലില്ലാഹ്, ആ പാതിരാത്രിയിലെ 2 റക്അത്ത് നമസ്കാരമുണ്ടല്ലോ, പാതിരാത്രിയിലെ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം, അതാണ് എന്റെ 6 അടി മണ്ണിന്റെ അകത്തന്നെ രക്ഷപ്പെടുത്തിയതെന്നു മഹാനായ ജുനൈദുൽ ബഅദാദി തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരികയാ, എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് 2ഉം 4ഉം 6ഉം ഒക്കെ നിസ്കരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലത്തെ കുറിച്ച് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. ഖാല ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സല്ലാ ഫിൽ ലൈലി വഅഹ്സന സ്വലാത്തി അക്റമഹുല്ലാഹു തആല, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനെ അല്ലാഹു ആദരിക്കുകയാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ അല്ലാഹു ആദരിക്കുകയാണ്. എങ്ങനെയാണ് ദുനിയാവിലും ആഖിറത്തിലും ആദരിക്കുന്നത്? ദുനിയാവിലും ആഖിറത്തിലും ഈ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവനെ പടച്ച റബ്ബ് എങ്ങനെയാണ് ആദരിക്കുന്നത്, എങ്ങനെയാണ് ബഹുമാനിക്കുന്നത്? മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, യഹ്ഫദുല്ലാഹുൽ ആഫാ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരെ അല്ലാഹു നിന്നെ എങ്ങനെയാണ് ആദരിക്കുന്നത്? അല്ലാഹു നിനക്ക് ആപത്തുകൾ തരത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഓരോ ആപത്തുകളുണ്ടല്ലോ, ഒരുപാട് വലിയ വലിയ പ്രയാസങ്ങളുണ്ടല്ലോ, പടച്ചവനെ, കച്ചവടമൊക്കെ തകർന്ന് തരിപ്പണമാവുകയാണ്, വല്ലാത്ത രോഗങ്ങൾ വരികയാണ്, സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയാണ്, വലിയ വലിയ രോഗങ്ങൾ കടന്നു വരികയാണ്, കുടുംബത്തിൽ പ്രയാസങ്ങൾ വരികയാണ്, മക്കൾക്ക് രോഗമായി മരണപ്പെടുന്നുണ്ട്. ഇതുപോലെയുള്ള വലിയ വലിയ ആപത്തുകളുണ്ടല്ലോ, ആ ആപത്തുകളിൽ നിന്ന് അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തഹജ്ജുദ് ഒക്കെ നിസ്കരിക്കുന്ന മനുഷ്യന് അല്ലാഹു എല്ലാ ഭാഗത്തു നിന്നുള്ള ആപത്തുകളെ തൊട്ട്, എല്ലാ ഭാഗത്തു നിന്നും ഉള്ള ആപത്തുകളെ തൊട്ട് അല്ലാഹു ആ മനുഷ്യന് സംരക്ഷണം കൊടുക്കും. 2, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, വയൽഹർ അസ്വാ, അല്ലാഹുവേ അവിടെന്ന് പറയുന്നു, വയൽഹർ അസ്വാ ലിദ്ദഅതി ഫീ വജ്ഹി, ഈമാനിന്റെ പ്രകാശം അല്ലാഹു അവരുടെ മുഖത്ത് കൊടുക്കുകയാണ്. പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം കണ്ടാ തന്നെ അറിയാ എന്തൊരു സൗന്ദര്യമെന്നറിയോ, തൊലിയുടെ വെളുപ്പല്ല, ചില ആൾക്കാരുടെ മുഖത്ത് നോക്കിയാ തന്നെ അറിയാം എന്തൊരു സന്തോഷമാ, അത് ഈമാനിന്റെ പ്രകാശ.
പ്രകാശമാണ്, അത് ഈമാനിന്റെ പ്രകാശമാണ്. ജുനൈദുൽ ബഗ്ദാദി നിങ്ങൾ മരിച്ചു കിടന്നപ്പോ ആ മുഖത്ത് കണ്ട പ്രകാശം ആ തഹജ്ജുദ് നിസ്കരിച്ചതിന്റെ പ്രകാശമാണ്. അല്ലാഹു അവരുടെ മുഖത്ത് കൊടുത്ത പ്രകാശം അത് ഈമാനിന്റെ പ്രകാശമാ. നിസ്കരിക്കാൻ തുടങ്ങിക്കോ, നിന്റെ മുഖത്ത് അല്ലാഹു ഈമാനിന്റെ പ്രകാശം തരികയാണ്. 3 റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വയുഹിബ്ബു ഖുലൂബി ഇബാദി സ്വാലിഹീൻ. അല്ലാഹുവേ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹു ഇഷ്ടപ്പെടുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നു, മലക്കുകൾ ഇഷ്ടപ്പെടുന്നു, സ്വാലിഹീങ്ങൾ ഇഷ്ടപ്പെടുന്നു. എല്ലാവരുടെ ഹൃദയത്തിലും അല്ലാഹു നിനക്കൊരു സ്ഥാനം തരികയാ. അല്ലാഹു ആദരിച്ചവരുണ്ടല്ലോ, സ്വാലിഹീങ്ങളുണ്ടല്ലോ, എല്ലാവരും നിന്നെ സ്നേഹിക്കുകയാണ്. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വയുഹിബ്ബു ഖുലൂബി ഇബാദി സ്വാലിഹീൻ. സ്വാലിഹീങ്ങളായ ആൾക്കാർ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഉറക്കെ പറ നബിയിനാ റസൂലുള്ളാഹി. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അസൂയപ്പെട്ടിട്ട് നമ്മൾ ചിന്തിക്കും, എന്തേടപ്പ എനിക്ക് 10-60 വയസ്സുണ്ട്, എന്നെ ആരും ബഹുമാനിക്കുന്നില്ല, ആദരിക്കണില്ല, ഓനെ എന്താ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്? അത് അള്ളാഹു എടുത്തതാ. അത് അള്ളാഹുവിലേക്ക് അടുക്കും. അങ്ങനെ ചില ആൾക്കാരോട് വല്ലാത്ത സ്നേഹം, ചില ആൾക്കാരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വല്ലാത്ത അടുപ്പ്, അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നാലാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വയദ്കുറു ലിസാനുഹു ഹിക്മ. ചിലരുടെ നാവിന് വല്ലാത്ത പവറാ. ചില ആൾക്കാരുടെ നാവിന് വല്ലാത്ത ഒരു വാക്ക് പറഞ്ഞത് അങ്ങനെ, അവന്റെ വാക്ക് വല്ലാത്തതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചിലരുടെ വാക്കിൽ അള്ളാഹു വല്ലാത്ത അസറ് വെച്ചിട്ടുണ്ട്. അത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന ഒരു ഭാഗ്യമാണ്. ഒരു വാക്ക് പറഞ്ഞാൽ മതി, അൽഹംദുലില്ലാഹ്, റാഹത്താകും. ചിലപ്പോൾ താടി കാണില്ല, തഴമ്പ് കാണില്ല, ഒന്നും ഉണ്ടാവില്ല. വലിയ ഹജ്ജോ ഹാജിയാരോ സെക്രട്ടറിയോ പ്രസിഡന്റോ ഇമാമൊന്നും ആവണമെന്നില്ല. ചില ആൾക്കാർ തഹജ്ജുദ് നിസ്കരിക്കുന്ന ചില പണ്ടുള്ള ചില പാപ്പമാരുണ്ട്, പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ ഇരിക്കും. നമുക്ക് ഞങ്ങളുടെ പത്രാർത്ഥ കണ്ടിട്ടാ, പണ്ടൊക്കെ ചില പള്ളിയുടെ പോയിട്ട് പറയാം, അത്ത ഒന്ന് ദുആ ചെയ്തേക്കണം, അത് മതി. ചിലരൊക്കെ എത്രയോ ആത്മാർത്ഥമായിട്ട് പറയും, ഉസ്താദെ അത്താടെ ദുആ ഉണ്ടെങ്കിൽ എന്താ ഇല്ലേ, എന്തേതങ്ങനെ പറയണേ? നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ അത്താട് നമ്മുടെ മക്കൾ പറയൂ, എൻ്റെ വാപ്പാടെ ദുആ മതി ഉസ്താദെ, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് പറയാൻ നമ്മുടെ മോന് പറ്റുമോ? അവൻ നോക്കുമ്പോൾ പഠിച്ചവരെ വാപ്പാടെ ജീവിതത്തിൽ ഒരു നന്മയില്ല. അവൻ വിചാരിക്കണത് ഞാൻ 5 നേരം നിസ്കരിക്കുന്നു, വാപ്പായ്ക്ക് ഒന്നുമില്ല, പിന്നെന്താ വാപ്പാടെ ദുആ? എന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്ന് രാവിലെ ഈ സർജറിക്ക് വേണ്ടി ഞാൻ പറയാം, എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സഹോദരൻ ഞാൻ പറഞ്ഞു, ഉസ്താദെ എൻ്റെ വാപ്പ ഉണ്ടല്ലോ, എൻ്റെ വാപ്പാടെ ദുആ ഉണ്ടല്ലോ, അത് മതി. ഉമ്മ മരണപ്പെട്ടു പോയാൽ എൻ്റെ ഉമ്മാടെ ദുആ ഉണ്ടല്ലോ, അത് മതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലരുടെ നാവുകൾക്ക് 5 തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ നാവിന് റസൂലുള്ളാഹി പറഞ്ഞു, വയദ്കുറു ലിസാനുഹു ഹിക്മ. അല്ലാഹുവിന്റെ നാവിനൊരു പവർ കൊടുക്കും. അൽഹംദുലില്ലാഹ്, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വയജഅലു ഹകീമ. അല്ലാഹു അവരുടെ ചിലർക്ക് അങ്ങനെ കിതാബൊന്നും പഠിക്കണമെന്നില്ല, 10 കിതാബ് മാത്രം പഠിച്ച പണ്ടത്തെ ചില വാപ്പാമാരുണ്ട്. ഉസ്താദന്മാർ പറയുന്നതിനേക്കാളും നല്ലപോലെ മസലകൾ പറയും, ഇല്ലേ? 10 കിതാബ് ചിലപ്പോൾ വലിയ അറിവൊന്നുമില്ല, വലിയ ഹത്തീബൊന്നും ആയിരിക്കത്തില്ല, വലിയ പണ്ഡിതരൊന്നും ആയിരിക്കത്തില്ല. എന്നാൽ പണ്ടത്തെ അമ്മമാരുടെയൊക്കെ ഉമ്മമാരില്ലേ, ഉമ്മാമ്മമാരൊക്കെ, അവരൊക്കെ എന്താ ഇപ്പൊ ഹദീസുകൾ മസലകളൊക്കെ പറയണേ? അതൊക്കെ ഇത് എവിടുന്ന് കിട്ടിയതാ? അത് അള്ളാഹു ഇങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്ത അവർക്ക്. പല ഉമ്മമാര് സംസാരിക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ പറയും, നമ്മളിങ്ങനെ കണ്ണന്തള്ളി നിപ്പാണ്ട്. ചില ഉപ്പാപ്പമാരൊക്കെ പള്ളി വരുമ്പോഴൊക്കെ ചില ഇങ്ങനെ പറയാറുണ്ട്, എവിടുന്ന് കിട്ടിയപ്പോൾ ഇവർക്ക് ഈ അറിവ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് അള്ളാഹു അവന് ഹിക്മത്ത് കൊടുക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അറിവ് കൊടുക്കുമെന്ന് മഹാനായി നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ 5 കാര്യങ്ങളാണിത് ദുനിയാവിൽ കിട്ടുന്നതാണ്. 1, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആപത്തുകളിൽ നിന്നവനെ രക്ഷിക്കുകയാണ്. 2, അവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഈമാനിന്റെ പ്രകാശം കാണാം. 3, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, എല്ലാവരും അവനെ ഇഷ്ടപ്പെടുകയാണ്, എല്ലാവരും അവനെ സ്നേഹിക്കുകയാണ്, എല്ലാവരും അവനെ ആദരിക്കുകയാണ്. അവന് പൈസ
കൊടുക്കണ്ട, ഇലക്ഷന് നിൽക്കണ്ട, ഫ്ലക്സ് അടിക്കണ്ട, ഒന്നും ചെയ്യാതെ തന്നെ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്നു. കാരണം അവനെ അള്ളാഹ് ഇഷ്ടപ്പെട്ടതാണ്. നാലാമതായിട്ട് പറയുന്നു, അവരുടെ നാവുകൾക്ക് വല്ലാത്ത അസറാണ്, അവരുടെ നാവുകൾക്ക് വല്ലാത്ത ശക്തിയാണ്. അഞ്ചാമത് ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലമാണ്, അല്ലാഹു അവന് അറിവ് കൊടുക്കുകയാ. മസലകളൊക്കെ പറയാനുള്ള അറിവ് അല്ലാഹു തന്നെ കൊടുക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇനി മരണത്തിന് ശേഷമാണ് പ്രതിഫലം ഇരിക്കുന്നത്. ഇത് ദുനിയാവിലെ പ്രതിഫലമാണ്, ഇത് ദുനിയാവിലെ പ്രതിഫലമാണ്. ഇനിയുള്ള പ്രതിഫലം എന്തെന്നറിയുമോ? ഇനി മരണത്തിന് ശേഷമുള്ള പ്രതിഫലമാ. ആയിഷ യഹ്ശറു മിൻ ഖബരി അബിയൽ വജ്ഹി, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശവാ, വല്ലാത്ത ഒരു പ്രകാശമുണ്ടല്ലോ. വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറഞ്ഞത്, നാളെ ചില മുഖങ്ങൾ വല്ലാതെ പ്രകാശിക്കുന്നതാണ്, ചില മുഖത്ത് വല്ലാത്ത പ്രകാശം. പേടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്ന ജനങ്ങളുടെ നടുവില് ഖബറിന്റെ അകത്ത് നിന്ന് ആരാടാ എന്നെ വിളിച്ചുണർത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് തലയുടെ മുകളിലിരിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞിട്ട് നാളെ ഖബറിന്റെ അകത്ത് നിന്ന് ചിരിക്കുന്ന മുഖത്തോട് എഴുന്നേറ്റ് വരുന്ന ഒരു വിഭാഗമുണ്ട്. സ്വഹാബാ, റസൂലുള്ളാഹി തങ്ങളാ പറയുന്നത്, രാത്രി ആരും കാണാതെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ച ഉപ്പാ, നിസ്കരിച്ച ചെറുപ്പക്കാരാ, നിസ്കരിച്ച പെങ്ങള്, നിന്റെ ഭർത്താവ് അറിഞ്ഞില്ല, നിന്റെ മക്കളറിഞ്ഞില്ല, നിന്റെ കുടുംബക്കാരറിഞ്ഞില്ല, നീയും അല്ലാഹുവും മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ്. ആ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച നീ ഉണ്ടല്ലോ, നാളെ പരലോകത്തേക്ക് വരുമ്പോ നിന്റെ മുഖത്ത് പ്രകാശമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഏഴാമത്തെ പ്രതിഫലം എന്താ? വയസ്റു അലാഹിൽ ഹിസാബ്. നിന്റെ വിചാരണ എളുപ്പവാ, നിന്റെ ഹിസാബ് എളുപ്പവാ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സ്വഹാബാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്, വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്. കോടാനി കോടി ജനങ്ങളുണ്ട്, കോടാനി കോടി ജനങ്ങളുണ്ട്. എല്ലാവരും നിൽക്കുമ്പോ അല്ലാഹു ഒരു ഭാഗത്തെ തിരഞ്ഞെടുക്കുകയാണ്, ഒരു ഭാഗത്തെ തിരഞ്ഞു വിളിക്കുകയാണ്. എന്നിട്ട് പടച്ചവൻ തന്റെ അർശിന്റെ ഭാഗത്തേക്ക് അവരെ നിരത്തി നിർത്തുകയാണ്. അവരല്ലാഹുവേ ഒരു കുറഞ്ഞ സംഘമാണ്, ഒരു കുറഞ്ഞ സംഘമാണ്. അല്ലാഹുവിന്റെ ഭാഗത്ത് ഇങ്ങനെ വിളിച്ചു നിർത്തുകയാണ്. സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അവരാരാണ് നബിയേ, അവരാരാണ് നബിയേ? അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചു ചേർത്തിട്ട് പ്രവാചകൻ പറയുന്നു, അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് ആ വിളിച്ചു നിർത്തുന്ന വിശിഷ്ട അതിഥികളായ ആ ചെറിയ സംഘമാരാണ് നബിയേ? അവരെന്ത് നന്മ ചെയ്തതിന്റെ പേരിലാ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജ്. മുത്തി നബിയല്ലേ പറഞ്ഞത്, അവര് തഹജ്ജുദ് നിസ്കരിച്ചവരാ, അവര് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചവരാ. അവർക്ക് നാളെ വിചാരണയില്ല. വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നാളെ അല്ലാഹു അവരെ വിളിച്ചിട്ട് പെട്ടെന്ന് വിചാരണ ചെയ്യുകയാണ്. നിങ്ങൾ പൊക്കോ, രാത്രി എഴുന്നേറ്റ് എന്നെ ഓർത്തവരല്ലേ? സുന്ദരിയായ ഭാര്യ ഒരു പുതപ്പിന്റെ കീഴിൽ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോ ഏത് തണുപ്പുള്ള രാത്രിയാണെങ്കിലും 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് ഒന്നാൻ ആകാശത്തിൽ വന്നിരിക്കുന്ന എന്നെ കാണാ, എന്നോട്
റബ്ബിനോട് ദുആ ചെയ്യാ. എഴുന്നേറ്റ് നിന്ന മനുഷ്യ, ഇന്ന് നിനക്ക് വിചാരണയില്ല, നിനക്കിന്ന് പ്രയാസമില്ല, യാതൊരു ഭയവും നിനക്കില്ല. വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്, നാളെ സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടുകയാ. എന്റെ മുസ്ലിമേ, എന്റെ നിനക്ക് ഈമാനില്ലാതെ പോയത്, എന്റെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത്, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ? വയുഅതി കിതാബഹു ബിയമീനിഹി യൗമൽ ഖിയാമ. ഈ ചുമലിലിരിക്കുന്ന രണ്ട് മലക്കുകളുണ്ടല്ലോ, എല്ലാം എഴുതുകയാണ്. ഞാൻ ഈ പറയുന്നത് എഴുതുകയാണ്, ഈ ഇരിക്കുന്നത് എഴുതുകയാണ്. എല്ലാം എഴുതി വെക്കുന്ന മലക്കുകളുണ്ടല്ലോ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഈ നന്മതിന്മ എഴുതിയ കിതാബുണ്ടല്ലോ, അത് എടുത്തു തരുന്ന ഒരു രംഗമുണ്ട് സഹോദരാ. മുത്തുനബി പോലെ കരഞ്ഞു പോയില്ലേ, റസൂലുള്ള പോലെ കരഞ്ഞു പോയില്ലേ ആയിഷ? ആ സ്ഥലത്ത് ആരും ഉണ്ടാകില്ല ആയിഷ. ഒരാളും തിരിഞ്ഞു നോക്കാത്ത, ഒരാളും സഹായിക്കാത്ത ആ ഭയാനകമായ അവസരമുണ്ടല്ലോ. അല്ലാഹു ചിലരുടെ കയ്യിൽ കൊടുക്കുന്നത് എങ്ങനെയെന്നറിയുവോ? അല്ലാഹനെ മറന്ന് നടന്നവർ, അവരുടെ ഇടത് കൈയുണ്ടല്ലോ, നെഞ്ചിലൂടെ കുത്തിയിറക്കുകയാണ്, നെഞ്ചിലൂടെ കുത്തിയിറക്കുകയാണ്. എന്നിട്ട് അവരുടെ പുറം ഭാഗത്ത് വെച്ച് ആ കിതാബ് കൊടുക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവൻ നരകത്തിന്റെ അവകാശിയാ, അവൻ നഷ്ടപ്പെട്ടു പോയവനാ, അവൻ പരാജയപ്പെട്ടു പോയവനാ. അവനെക്കാളും നശിച്ചാരും പരലോകത്തില്ലല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച വാപ്പാ, മോനെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നവരെ അല്ലാഹു നാളെ തരുവടാ. നിന്റെ വലത് കൈയിലേക്ക്, നിന്റെ വലത് കൈയിലേക്ക് ആ നന്മതിന്മ എഴുതിയ കിതാബുണ്ടല്ലോ, അല്ലാഹു നിന്റെ വലത് കൈയിൽ വെച്ച് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. അവസാനത്തെ പ്രതിഫലമെന്തേ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വയമുറു അല സിറാത്ത്. മഴ പെയ്യുമ്പോ നീ ആകാശത്ത് നോക്കിയിട്ടുണ്ടോ? മഴ പെയ്യുന്ന സമയത്ത് ഇടിയും മഴയുമൊക്കെ പെയ്യുമ്പോ ആകാശത്ത് ഇങ്ങനെ ഒരു പ്രകാശം കാണാ. ഒരു മിന്നലടിക്കുന്നത് പോലെ, ഒരു മിന്നലടിക്കുന്നത് പോലെ ഒരു പ്രകാശം ഞാനും നിങ്ങളും കാണുമല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന മുസ്ലിമേ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ. അല്ലാഹുവേ, ജനങ്ങൾ അതിനകത്ത് നിന്ന് നരകത്തിലേക്ക് വീഴുകയാണ്, നരകത്തിന്റെ കൊളുത്തുകൾ വന്ന് കൊണ്ടുപോവുകയാണ്. ആ സിറാത്ത് എന്ന് പറയുന്ന ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിന്റെ മുകളിൽ വെച്ച് കെട്ടിയിരിക്കുന്ന പാലം, ആ പാലത്തിന് വല്ലാത്ത നീളമാണ്, അതിന് വല്ലാത്ത ഇരുളാണ്, അതിന് വല്ലാത്ത മൂർച്ചയാണ്, അതിന് വല്ലാത്ത വഴിവഴുപ്പാട്. അത് കടക്കാൻ കോടാരി കോടി വർഷങ്ങൾ എടുക്കുന്നവരുണ്ട്, അതിനകത്തുകൂടെ നടക്കുന്നവരുണ്ട്, അതിനകത്തുകൂടെ പറക്കുന്നവരുണ്ട്, അതിനകത്തുകൂടെ ഇടയുന്നവരുണ്ട്. അല്ലാഹുവേ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ്, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അതിലൂടെ കടന്നു പോകുന്നവരുണ്ട്. റസൂലുള്ള പറയുന്നു, ആയിഷാ ബീവി പറയുകയാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന മുസ്ലിമേ, ഇടിയും മഴയും വരുമ്പോ ആകാശത്ത് മിന്നല് കാണുന്നത് പോലെ നാളെ നീ സിറാത്ത് കിടക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നമസ്കരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്.
സിറാത്ത് എന്ന് പറയുന്ന പാലം കടക്കാറുള്ള ഭാഗ്യവാ. അല്ലാഹുവേ, 10ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? 10ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, ഒരു കണ്ണും കാണാത്ത, ഒരു മനുഷ്യനും പ്രവചിക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യനും പറഞ്ഞു തരാൻ കഴിയാത്ത, എത്ര വലിയ എഞ്ചിനീയറിനും പറയാൻ കഴിയാത്ത അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗപ്രവേശനമാ. നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാ. ഈ സദസ്സിലിരുന്നു കൊണ്ട് നിസ്കരിക്കുന്നവരാണെന്ന് കൈവക്കിയ മുസ്ലിമേ, നീ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശിയാ. നിലനിർത്തിക്കോ, മുടക്കല്ലേ, മുടക്കല്ലേ. മരിക്കുന്ന ദിവസവും തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കിട്ടിയിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മയ്യത്ത് കാണാൻ വരുന്നവർ മുഴുവനും കൊതിപ്പിക്കുന്ന രീതിയില് മയ്യത്ത് കാണാൻ വരുന്നവർ മുഖത്തിട്ടിരിക്കുന്ന തുണി ഉയർത്തി നോക്കുമ്പോ അവന്റെ മുഖത്ത് നോക്കി ചിരിക്കണ്ടേ വാപ്പാ, ചിരിക്കണ്ടേ ചെറുപ്പക്കാരാ, മോനെ ചിരിക്കണ്ടതപ്പടാടാ. മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ കൂടപ്പുറപ്പും നിന്റെ കുടുംബക്കാർ കാണാൻ വരുന്നവർ മുഴുവനും കരയുന്ന ദിവസം ആ വെള്ളത്തുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കണം മോനെ.